വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നാപക യോഹന്നാനോട് ജനങ്ങളെ പട്ടാളക്കാരൊക്കെ ചോദിച്ചതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3:10 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജനക്കൂട്ടം അവനോട് ചോദിച്ചു. പറഞ്ഞ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇപ്പൊ ചുങ്കക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ആരോടും കൂടുതൽ ഈടാക്കരുത്. അപ്പോൾ ഈ കൂടുതൽ ഈടാക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ജന്മിത്ത മനോഭാവങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ജന്മികളാണേ. ഇവിടെ ആരും തൊഴിലാളികളും പൊടികിടപ്പുകാരും ഇല്ല. എല്ലാവരും ജന്മികളാണ്. അവരുടെ താഴെ ഉള്ളവരോട് അവർ കൂടുതൽ ഈടാക്കും. എപ്പോഴായാലും അവരുടെ റൂളിങ്ങിൻ്റെ താഴെയുള്ളത് ആരാണ്, അവരോട് അവരുടെ എല്ലൊടിയണ രീതിയിൽ അവർ നമ്മൾ ഈടാക്കും. അതാണ് എല്ലാവരും ജന്മികളാണെന്ന് പറയണത്. ആരെങ്കിലും ഒരു വംശത്തെ ജന്മികളായിട്ട് അവരുടെ അരിവാൾ കൊണ്ട് അവരുടെ പെടലി എടുക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് മനോഭാവത്തിൽ എല്ലാവരും ജന്മികളാണ്. എല്ലാവരും അവരുടെ താഴെയുള്ളവർക്ക് നിന്ന് മാക്സിമം ഈടാക്കാൻ നോക്കും. ഇപ്പം ചെടുത്തി ആങ്ങളമാരാണെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് എന്തുമാത്രം ഒഴിക്കാൻ പറ്റും അത്രയും ചെയ്യും. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ കൊണ്ടും ചെയ്യും. ഇങ്ങനെ തങ്ങളുടെ കീഴിലുള്ള കൂടുതൽ ഈടാക്കുക, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന വിഷയങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. ഞാൻ ആരെങ്കിലും കൊണ്ട് കൂടുതൽ ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പം ചില ആൾക്കാരെ കണ്ടില്ലേ, അതായത് അവരുടെ അടുത്ത് കണ്ണട ഇരിക്കുന്നുണ്ടെങ്കിലും പിള്ളേരെ വിളിക്കും, സജി എന്നൊക്കെ വിളിച്ചു വന്നിട്ട്, ഡാ സജി, എന്താ അപ്പ കണ്ണട എന്തേ? കണ്ണട അപ്പൻ്റെ അടുത്തിരിപ്പില്ലേ, എടുക്കത്തില്ല അപ്പൻ. കൂടുതൽ ഈടാക്കുകയാണ്. ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് വല്ല കാര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ജന്മികളാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. കണ്ണട അടുത്തിരിപ്പുണ്ടെങ്കിലും കളിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അടുത്തുള്ള കണ്ണട ഇടിപ്പിക്കും. അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പം എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു സാധനം കിടക്കുന്നുണ്ട്. സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഉടമ്പടി നമ്മളെ വിളിക്കുന്നത് ഒരു മാറ്റത്തിലേക്ക്, ചുമ്മാ മാറ്റമല്ല, ക്രിസ്തുവിനെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റമാണ്.